അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോടോ ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്നെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് വചനത്തിന്റെ മാർമിക സത്യങ്ങളെ അറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. യേശുവിന്റെ അടുക്കൽ വന്നു, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങളുടെ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? ദൈവകൽപ്പനയെ ലംഘിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഓരോ സമ്പ്രദായം മതി. ഇന്ന് പെന്തക്കോസ്ത് കോളത്തില് അല്ലെന്നുണ്ടെങ്കിൽ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവരുടെ അവരുടെ സമ്പ്രദായം കൊണ്ട് ദൈവകൽപ്പന എന്ത് ചെയ്യുകയാണ്? ലംഘിക്കുന്നു. ഇനി അടുത്ത ഭാഗം, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അത് അവർക്ക് ഉദാഹരണം കൊടുത്തിരിക്കുകയാണ്. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണം എന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോട് എങ്കിലും അമ്മയോട് എങ്കിലും നിനക്ക് ഉപകാരമായി വരേണ്ടതിന് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കുന്നു. നോക്കി, ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസിന് ശൂലമുണ്ടെന്ന് പറയുമ്പോൾ ദൈവവചനത്തെ എന്ത് ചെയ്യാണ്? ദുർബലമാക്കുക. അപ്പൊ പൗലോസിനുള്ള ശൂലം പോലെ എനിക്ക് ശൂലമുണ്ടെന്ന് പറയുമ്പോൾ ദൈവവചനത്തെ എന്ത് ചെയ്യാണ്? ദുർബലമാക്കുക. ഇത് അനേകർക്ക് ഇപ്പം നമുക്കൊരു ആശ്വാസം എങ്ങനെ കിട്ടുന്നത് ശ്രദ്ധിച്ചോണം. എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണം. ഞാൻ വളരെയേറെ ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞെ പിശാചിരുന്ന് നീ നിനക്ക് എങ്ങനെ സൗഖ്യം വരുന്നത്? ഈ ദൈവം തന്ന ശൂലമില്ല, പൗലോസിന് ശൂലം കൊടുത്തായിരുന്നു, പിന്നെ നിനക്ക് എങ്ങനെ സൗഖ്യം വരുന്നത്? അപ്പൊ നിനക്ക് സൗഖ്യം കിട്ടും. ദുർബലം എന്ത് ചെയ്തു? ദുർബലം. അപ്പൊ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്തു? പരിമിതപ്പെടുത്തി. പക്ഷെ ഇത് മാറ്റി മനസ്സിലാക്കി നിങ്ങളുടെ തിയോളജി അനുസരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസം പറഞ്ഞായിരുന്നല്ലോ തിയോളജി എന്ന് പറയുന്നത്. ചിന്തിച്ചോർക്ക്, യാക്കോബക്കാർക്ക് അവരുടെ തിയോളജി ഉണ്ട് ഇല്ലേ? മർത്തോമക്കാർക്ക് അവരുടെ തിയോളജി ഉണ്ട്, കത്തോലിക്കർക്ക് അവരുടെ തിയോളജി ഉണ്ട്, പെന്തക്കോസ്തുകാർക്ക് അവരുടെ തിയോളജി ഉണ്ട്, മറ്റേ ബ്രദറൻകാർക്ക് അവരുടെ തിയോളജി ഉണ്ട്. സോ നിങ്ങളുടെ തിയോളജി കാരണം, നിങ്ങളുടെ സമ്പ്രദായം കാരണം, നീ പഠിച്ചു വച്ചിരിക്കുന്നത് അനുസരിച്ചിട്ട് ദൈവവചനത്തിന് എന്ത് ചെയ്യാണ്? ദുർബലമാക്കുക. അത് കാരണം അനേകർ വിടുതൽ പ്രാപിക്കുന്നില്ല. യേശു എന്റെ രോഗം മുഴുവനും കാൽവറിയിൽ വഹിച്ചു എന്നുള്ള ആ വചനത്തെ എന്ത് ചെയ്തു? ദുർബലമാക്കി. അത് നമ്മുടെ ഈ മസ്തിഷ്കം എന്താ ഇത് പറയുന്നത്, ബുദ്ധിമണ്ഡലത്തിൽ അത് കുത്തി ഏൽപ്പിച്ചോടെ വെച്ചിരിക്കുകയാണ്. അത് എടുത്തു കളയാത്തിടത്തോളം കാലം ഒരു മനുഷ്യനും വിടുതലുണ്ടാകത്തില്ല. ഇത് അനേകം രോഗികളായി കിടക്കുന്നതിന്റെ മേജർ വിഷയം ഇതുപോലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളെ എന്ത് ചെയ്തിരിക്കുകയാണ്? അവരുടെ തലയിലേക്ക് കുത്തി കയറ്റി വെച്ചിരിക്കുകയാണ്. ദൈവത്തെ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടാണ്? ലിമിറ്റ് ചെയ്യുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയത് അത് നമുക്ക് വീണ്ടും പിന്നീട് ഞാൻ പറയാം. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിന് താഴെ വായിക്കുന്ന വാക്യം ഇപ്പൊ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നതാണ്. ദുർബലമാണ് കപടഭക്തിക്കാര് എന്ന് പറയുന്നത്. എന്താണ് കപടഭക്തിക്കാര്? കപടമായിട്ടുള്ള ഭക്തി, ദൈവവചനത്തിന് വിരോധമായിട്ടുള്ള ഭക്തി. അവരെ കുറിച്ച് യെശയ്യാ പറഞ്ഞത്, ഈ ജനം അവരെ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. ഇതാര് പറഞ്ഞത്? ഇത് വേറെ ആരും പറഞ്ഞതൊന്നുമല്ല. പൗലോസോ അപ്പോസ്തലന്മാരോ ആരും പറഞ്ഞതല്ല. കർത്താവ് നേരിട്ട് തിരുവായ് വഴി ഞരളിച്ചതിരിക്കുകയാണ്. അവന്റെ ശരീരത്തിൽ എന്റെ രോഗം മുഴുവൻ വഹിച്ചുവെങ്കിൽ ഇനിയും അവൻ യാതൊരു വിധമായ പ്രതികൂലവും കൊണ്ട് അവൻ വരത്തില്ല.
സ്തോത്രം. എന്റെ രോഗത്തെ മുഴുവനും, എന്റെ പ്രതികൂലത്തെ മുഴുവനും, എന്റെ ദാരിദ്ര്യത്തെ മുഴുവനും അവൻ വഹിച്ചുവെങ്കിൽ എന്നെ സമ്പന്നനാക്കാൻ വേണ്ടി അവന്റെ ദാരിദ്ര്യത്താൽ ഞാൻ സമ്പന്നനാകണമെന്ന് അവൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ ദാരിദ്ര്യം ഏറ്റെടുത്തു എങ്കിൽ എന്നെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവജനം മുന്നോട്ട് തയ്യാറാകണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് പരിധിയില്ലാതെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇന്ന് അനേക ദൈവമക്കളെ എന്ത് ചെയ്തിരിക്കുകയാണ്? ദൈവത്തെ പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം പരിമിതിക്കകത്താക്കുകയാണ് ചെയ്യുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ പരിധി വെക്കരുത്. ഇല്ലാത്ത ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പരിധി വെച്ചാൽ നമുക്ക് സൗഖ്യം ഉണ്ടാകത്തില്ല, നമുക്ക് വിടുതൽ കിട്ടത്തില്ല. നമുക്ക് സൗഖ്യം ഉണ്ടാകേണ്ടത് എന്തൊക്കെയാണെന്നറിയാമോ? ശാരീരികമായ സൗഖ്യം ഉണ്ടാകണം. വേണ്ടേ? ശാരീരികമായ സൗഖ്യമില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാനസികമായി നമുക്ക് സൗഖ്യം ഉണ്ടാകണം. പിന്നെ ഭൗതികമായി നമുക്ക് സൗഖ്യം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വിഷയത്തിൽ നമുക്ക് സൗഖ്യം ഉണ്ടാകണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പണമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സാമ്പത്തികമായി ഹീലിംഗ് ഉണ്ടാകണം. സ്പിരിച്വലായി നമുക്ക് ഹീലിംഗ് ഉണ്ടാകണം. കാരണം സ്പിരിച്വൽ ആവശ്യമില്ലാത്തതെല്ലാം തലയിലിരിക്കുന്നത് കൊണ്ട് സ്പിരിച്വൽ ഹീലിംഗ് ഉണ്ടാകുന്നില്ല. അതിന് നമ്മൾ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അവൻ സർവശക്തനാണ്. സ്പിരിച്വലായി നമുക്കൊരു ഹീലിംഗ് ഉണ്ടാകണം. സോഷ്യൽ ലൈഫിൽ നമുക്കൊരു ഹീലിംഗ് ഉണ്ടാകണം. ഓ, ഞാൻ അവന്റെ മുഖത്ത് എങ്ങനെ നോക്കുന്നത്, ഇവന്റെ മുഖത്ത് എങ്ങനെ നോക്കുന്നത്, അവനെ കാണാൻ പറ്റത്തില്ല, ഇവരെ കാണാൻ പറ്റില്ല, അവരെ കാണുന്ന അലർജി, ഇവരെ കാണുന്ന അലർജി. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യത്തില്ല? ഒരു ഹീലിംഗ് ഇല്ല. അവർ എപ്പോഴും ഒളിക്കുവാൻ നോക്കുന്നു. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണം. എന്തുകൊണ്ടാണ് അനേകര് ഈ വേറൊരിടത്തോട് കയറിയിരിക്കുന്നത്? ഞാൻ വെളിയിൽ ഇറങ്ങത്തില്ല. സോഷ്യൽ ലൈഫിൽ അവർക്ക് ഹീലിംഗ് ഇല്ല. ഈ 5 ഏരിയയിൽ നമുക്ക് ഹീലിംഗ് ഉണ്ടാകണം. അത് ലിമിറ്റ്ലെസ് ആയിട്ട് ചിന്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പലപ്പോഴും ദൈവരാജ്യത്തെ മനുഷ്യൻ വേറൊന്നായിട്ട് കാണുന്നത്. ദൈവം ഇവിടെ കൊണ്ട് സ്ഥാപിക്കുമെന്ന് ദൈവം ഓൾറെഡി സ്ഥാപിച്ചു കഴിഞ്ഞു. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങൾക്ക് രാജ്യം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് രാജ്യം കിട്ടിയ രാജ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ആ രാജ്യത്തിൽ കയറി കർത്താവിനെ എങ്ങനെ ലിമിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നത്? എനിക്ക് പറ്റത്തില്ല. ആ രാജ്യത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ദൈവമാണ് അതിന്റെ ഗവൺമെന്റ്. അതിന്റെ ഗവേണിംഗ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ്ലെസ് പവറാണ് അതിനകത്തിലുള്ളത്. ആ ലിമിറ്റ്ലെസ് പവറിനെ ഉപയോഗിക്കേണ്ട ചുമതല എനിക്ക് നിങ്ങൾക്കും ഉള്ളതാണ്. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയത് നമുക്കൊന്ന് 72 സങ്കീർത്തനം അതിന്റെ 41 വാക്യമാണല്ലോ നമ്മുടെ അടിസ്ഥാനം. 78-41 അവർ പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ ദൈവത്തെ മുഷിപ്പിച്ചു. എന്തിനാ അവര് മുഷിപ്പിക്കുന്നത്? അവര് മുഷിപ്പിച്ചു എന്ന് പറയുന്ന വേർഡ് നമ്മുടെ ഇതിനകത്തുള്ളപ്പോ ഇംഗ്ലീഷ് വായിക്കുന്നത് എന്ത് ചെയ്തു? ദേ ലിമിറ്റഡ്. എത്ര പ്രാവശ്യം വിടുവിച്ചു, എത്ര കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു. അപ്പൊ പൗലോസിനുണ്ടായിരുന്നോണ്ട് നിനക്ക് നിരണ്ടാന്ന് കർത്താവ് കണ്ടാൽ മതിയായിരുന്നല്ലോ. ഇതെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലിമിറ്റേഷൻ നമ്മൾ കർത്താവിനെ ഓരോ തരത്തിലും നമ്മൾ എന്ത് ചെയ്യണം? കൈ ബന്ധിക്കുകയാണ് ദൈവത്തിന് പ്രവർത്തിക്കാതെ വന്നത്. ഇസ്രായേൽ മക്കൾ ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണ് ഇന്ന് റിലീജിയസ് സ്പിരിറ്റിൽ വന്നിട്ട് ചെയ്യുന്നത്. കർത്താവിന്റെ ദാസന്റെ മുമ്പത്തെ ഈ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവർ ലിമിറ്റ് ചെയ്തത് നമുക്ക് പറയാൻ കഴിയും. സെൽഫ് സഫിഷ്യൻസി. ഒന്നാമത് സെൽഫ് സഫിഷ്യൻസി എന്ത് ചെയ്യുന്നു? കർത്താവിന് എന്ത് ചെയ്യുന്നു? കർത്താവിന് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, സെൽഫ് സഫിഷ്യന്റ് ഉണ്ട്. എനിക്ക് എല്ലാം കഴിയും, എന്റെ വിദ്യാഭ്യാസം എനിക്ക് മതി, എന്റെ ഇൻഷുറൻസ് ഉണ്ട്, എനിക്ക് പണമുണ്ട്, എന്റെ മക്കൾ വലിയ ആൾക്കാരാണ്, ഡോക്ടേഴ്സ് ആണ്, എഞ്ചിനീയേഴ്സ് ആണ്, എനിക്കെല്ലാം ഉണ്ട്. നിന്റെ സെൽഫ് സഫിഷ്യൻസി കർത്താവിന്റെ പ്രവൃത്തി എന്ത് ചെയ്യാണ്? ലിമിറ്റ് ചെയ്യുക ചെയ്യുന്നത്. നോക്കണേ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ തന്നെ യെശയ്യാപ്രവചനം 13-ാം അധ്യായത്തിൽ തന്നെ എന്തുമാത്രം ദൈവത്തിന്റെ പ്രവൃത്തിയെ ലിമിറ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
രണ്ടാമത് കർത്താവ് പറഞ്ഞേ കാർണൽ ലീഡേഴ്സ്, ജഡീകന്മാരായിട്ടുള്ള ലീഡേഴ്സ് എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ പ്രവൃത്തിയെ ലിമിറ്റ് ചെയ്യുന്നത്. ഇന്ന് അനേക പാവങ്ങള്, ഞാൻ പോകുന്നതെല്ലാം ഗ്രാമപ്രദേശങ്ങളിലാണ്, വില്ലേജുകളിലായി പോകുന്നത്, പോയി പ്രസംഗിച്ചിട്ടുള്ളത്. അവിടെ എല്ലാം വന്നിട്ട് പാവങ്ങൾ വന്ന് രോഗികൾ സൗഖ്യമാകുന്നു, വിടുതൽ പ്രാപിക്കുന്നു. അവരോട് ചോദിച്ചു കഴിഞ്ഞാല് അവർക്ക് വേണ്ടത് സൗഖ്യമാണ്, ദൈവരാജ്യം അവർക്ക് വേണ്ടത്. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും, അതിനുവേണ്ടി അവർക്ക് വിട്ടുകൊടുക്കണം. അവർക്ക് അല്പ അറിവില്ല. ഈ അല്പ അറിവ് അധികം ദോഷം ചെയ്യുന്നു എന്നാണ് ജനം പറയുന്നത്. അല്പ അറിവ് അധികം ദോഷം ചെയ്യും. കാരണം ഈ അല്പ അറിവ് കൊണ്ട് നടന്നിട്ട് ദൈവജനത്തിനെതിരെ അല്പ അറിവ് കൊണ്ട് ഏറെ എന്തൊക്കെയോ ചിന്തിച്ചിട്ട് നമുക്ക് ദോഷം വിളിച്ചു വരുത്തുക ചെയ്യുന്നത്. ഇപ്പൊ ആ ലീഡേഴ്സ് എന്ത് ചെയ്തു? മുമ്പേ കർത്താവ് വായിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നു. ആ ലീഡേഴ്സ് എന്ത് ചെയ്തു നോക്കി ഒന്ന് വായിച്ച ആ ഭാഗം, ഒന്ന് വായിച്ച ആ ഭാഗം നടത്തുന്നവർ, എന്റെ ജനമേ നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. എന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. യേശു കർത്താവ് അതന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. നടക്കേണ്ട വഴി അവർ നശിപ്പിക്കുന്നു. നടക്കേണ്ട വഴി അവർ നശിപ്പിച്ചു കഴിയുന്നു. അതുകൊണ്ട് എന്ത് പറ്റുന്നു? നിനക്ക് ലഭിക്കേണ്ട നന്മ അവർ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ഈ ഇപ്പൊ കർത്താവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് കർത്താവ് ആദ്യം പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ അനുഗ്രഹത്തെ പറ്റി പറഞ്ഞ് അനുഗ്രഹത്തിന്റെ ആഴത്തെ കുറിച്ച് പറഞ്ഞു. അനുഗ്രഹമല്ല, അനുഗ്രഹത്തിന് ആഴത്തെ കുറിച്ച് അതൊന്ന് വായിച്ച്. ഇതെല്ലാം തടസ്സമാണ്. എങ്ങനെയാണ്? ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. യോസഫ് ഫലപ്രദമായ വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. അതിന്റെ കൊമ്പുകൾ എങ്ങനെ പടരണം? എന്താണ് നമ്മുടെ കൊമ്പുകൾ എന്ന് പറയുന്നത്? നമ്മുടെ മക്കൾ ദൈവ മതിലിന്മേൽ പടരണം. ഇത് വേണ്ടാത്ത എത്ര പേരുണ്ട്? അടുത്ത വാക്യം ഭയങ്കരമാണ്. ഇത് വായിച്ചപ്പോ എന്റെ ഹൃദയം തുടിച്ചു പോയി. വില്ലാളികൾ അവനെ മുഷിപ്പിച്ചു. അപ്പൊ ഇങ്ങനെയുള്ളവരാണ് പൊരുതും. ഇങ്ങനെയുള്ളവർക്ക് ശൂലമുണ്ട്. സ്വപ്നം കണ്ട് യോസഫിന് വിരോധമായി ശൂലം കണ്ട് എത്ര പേര് എഴുന്നേറ്റത്? തന്റെ സഹോദരന്മാർ 11 എഴുന്നേറ്റത്. അവന് വെളിപ്പാട് കിട്ടിയപ്പോ എത്ര പേര് എഴുന്നേറ്റു? അടുത്ത വാക്യം പോയത് അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. യോസഫിന്റെ ഉറപ്പോടെ നിന്നുണ്ടെങ്കിൽ പൗലോസിന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു. ഈ കടലിൽ അകപ്പെട്ട പൗലോസ് പറയാണ് 14 ദിവസമായി വെള്ളം പോലും ആഹാരം പോലും കഴിക്കാതെ വെളിച്ചം കാണാതിരിക്കുന്ന പൗലോസ് പറയണേ, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സേവിച്ചു വരുന്ന ദൈവം എനിക്ക് പ്രത്യക്ഷനായി. ഒരുത്തനും കഴിക്കില്ല, ഒരു തലയിലെ രോമം പോലും നശിക്കുവാൻ അവൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നവരുടെ യാക്കോബിൻ വല്ലഭത്തിന് ബലത്താൽ അവൻ ബലപ്പെടുവാനിടയായി തീർന്നു. നമ്മൾ എന്തിനാണ് ദൈവജനത്തെ ലിമിറ്റ് ചെയ്യുന്നത്? ദൈവജനത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്. അടുത്തത് ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. ഇസ്രായേലിന്റെ പാറയായ അവനാണ് യേശുവിന്റെ നാമത്താൽ തന്നെ. അടുത്തത് നിൻ പിതാവിന്റെ ദൈവത്താൽ നിന്നെ സഹായിക്കും. ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കണം, എന്റെ മകനോട് പറയാൻ നിന്റെ പിതാവിന്റെ ദൈവത്താൽ. അതുപോലുള്ള ലീഡറായിരിക്കണം ഭവനത്തിലുണ്ടായിരിക്കേണ്ടത്. എന്റെ ദൈവം, നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുവാൻ തന്റെ ഇടമുള്ള ജാക്കന്മാരുണ്ടാകണം, ലീഡർഷിപ്പ് ഉണ്ടാകണം ഭവനത്തിൽ. അടുത്തത് സർവശക്തനാൽ തന്നെ മീതെ ആകാശത്തിന്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിന്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിന്റെയും അനുഗ്രഹം. അതെന്താണ് ഈ മുലയുടെയും ഗർഭത്തിന്റെയും അനുഗ്രഹം? അവർക്ക് അന്നുണ്ടായിരുന്നത് കന്നുകാലികളാണ് ഉണ്ടായിരുന്നത്, ആടുമാടുകളാണ് ഉണ്ടായിരുന്നത്.
അതിനകത്ത് ചുരത്തി കിട്ടുന്ന ആ ക്ഷീരം, ആ പാല് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി. അതായിരുന്നു അവരുടെ വരുമാന മാർഗം. ഇന്ന് നിനക്ക് കിട്ടുന്ന മുലയുടെ അനുഗ്രഹം എന്താണ്? നീ ചെയ്യുന്ന പ്രവൃത്തികളുടെ കൈയുടെ ഫലം. അതാണ് നിന്റെ അനുഗ്രഹം. അനുഗ്രഹത്താലും നിന്റെ പിതാവിന്റെ അനുഗ്രഹം. അത് മാത്രമല്ല, ലോകത്തിലെ നിനക്ക് നിന്റെ ജോലി എന്നുള്ള അനുഗ്രഹം മാത്രമല്ല, നിന്റെ പിതാവിന്റെ അനുഗ്രഹത്താലും എന്റെ ജനകന്മാരുടെ എന്ന് പറയാ അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും അനുഗ്രഹത്താലും ശാശ്വതഗിരി. അതാണ് സ്വർഗത്തിലെ ദൈവം. ശാശ്വതഗിരിയിലെ അനുഗ്രഹത്താലും എന്തോ വലിയ അനുഗ്രഹമാണ്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ അതിനെക്കാട്ട് വലുതാണ്. മോശ യോസഫിനെ അനുഗ്രഹിക്കുന്നത്. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഇതെല്ലാം കാണുന്നത് എന്താണെന്നറിയാം? എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്തത്? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണം. എന്താണ് തടസ്സം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ലിമിറ്റ് ചെയ്യരുത്. ലിമിറ്റ് ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല. 33-13 മുതൽ ജോസഫിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും താഴെ കിടക്കുന്ന അഗാധജലം കൊണ്ടും സൂര്യനാൽ ഉളവാകുന്ന വിശിഷ്ട ഫലം കൊണ്ടും പ്രതിമാസ ചന്ദ്രനാൽ ഉളവാകും വിശിഷ്ട ഫലം കൊണ്ടും. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഞാനിവിടെ പ്രസംഗിച്ചപ്പോ എന്നോട് ഒരാൾ പറയാനിടയായി. ഞാൻ ചോദിച്ചു, ചന്ദ്രനാൽ ഉളവാകുന്ന അനുഗ്രഹം എന്താണ്? അപ്പൊ ചന്ദ്രനാലാണ് എല്ലാ വെള്ള പൂക്കളും പൂക്കുന്നത്. ചന്ദ്രൻ ഉദിക്കുമ്പോഴാണ് അനേക പൂക്കള് പൂക്കുന്നത്. അപ്പൊ ചന്ദ്രന്റെ അനുഗ്രഹം. സൂര്യൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പൂവും പൂക്കത്തില്ല, ഒന്നും ഒരു കായും ഉണ്ടാകത്തില്ല. ദൈവമക്കളെ, സൂര്യനും ചന്ദ്രനും കൊണ്ടുള്ള അനുഗ്രഹം, വിശിഷ്ട സാധനങ്ങളുള്ള അനുഗ്രഹം, ഇത് നമ്മുടെ മേൽ വരണം. കാരണം മറ്റൊന്നും ഇപ്പൊ എന്താ എല്ലാവർക്കും പ്രശ്നം? വെളിയിലോട്ടിറങ്ങിയാ എന്തോ ഇപ്പൊ ഇങ്ങോട്ട് പോയി വെളിയിലോട്ടിറങ്ങില്ല അലർജി. എന്താ പിന്നെ കാര്യം? നിനക്ക് സൂര്യന്റെ അനുഗ്രഹം ഇല്ല നിന്റെ മേല്. സൂര്യന്റെ അനുഗ്രഹം നിന്റെ മേൽ ഇല്ലാത്തതാണ് വെളിയിലിറങ്ങുമ്പോ എന്തോ ഉണ്ടാകുന്നത്? ചന്ദ്രന്റെ അനുഗ്രഹം ഉണ്ടാകണം. രാത്രി നിനക്ക് പേടി ഉണ്ടാകാൻ പാടില്ല. ഇത് അനുഗ്രഹിക്കാൻ അറിയാവുന്നവർ അനുഗ്രഹിച്ച ഈ അനുഗ്രഹം നിന്റെ മേൽ വരണ്ടാവാ. ഞങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്താ വഴിയിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വലിയ അലർജി. എന്താ കുഴപ്പം? ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും അലർജി അല്ലേ? എന്താ? സൂര്യന്റെ അനുഗ്രഹം നിന്റെ മേൽ ഇല്ലാത്തതുകൊണ്ടാണ്. സൂര്യന്റെ അനുഗ്രഹം നിന്റെ മേൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ മേൽ യാതൊരു ബാധയും അടുക്ക് വരത്തില്ല. കാരണം എന്താ പറയാ? ഇതെല്ലാം ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഈ അനുഗ്രഹത്തെ. ആണോ എന്റെ ദേവദാസൻ പറഞ്ഞത്? അടുത്ത ഇത് ആരാ? ഈ വെറും ഒന്നും അറിയാൻ വയ്യാത്ത പറഞ്ഞൊന്നുമല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലീഡറും ദൈവ പുരുഷനായിരിക്കുന്ന മോശെ അനുഗ്രഹിച്ച അനുഗ്രഹമാണ്. ഒന്നും അറിയാൻ വയ്യാത്തവരാണോ അനുഗ്രഹിച്ചത്? യേശുവിനോട് സമനായവൻ അനുഗ്രഹിച്ച അനുഗ്രഹം പറയുകയാണ്. അത് നമുക്ക് വേണ്ട, എനിക്ക് വേണം. തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസന്മാർക്ക് വേണം. എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് അത് ആവശ്യമായിരിക്കുന്നു. അടുത്ത വാക്യം വായിച്ചോട്ടെ. അടുത്ത വാക്യത്തിനകത്ത് പുരാതന വസ്തുക്കളുടെ പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടു. പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ പുരാതനമായ ഇതിനെ പണിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ എന്റെ ഭണ്ഡാരത്തിൽ എന്തോ കൊണ്ടുവരാനാണ് പറഞ്ഞത്? എന്റെ ഭണ്ഡാരത്തിൽ ആഹാരം ഉണ്ടാക്കുന്നതിന് ദശാംശം മുഴുവൻ കൊണ്ട് ഞാൻ ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം വേണ്ടാതെ പോരാതെ ഒരുപാട് അനുഗ്രഹം. എന്തിനാ ദശാംശം കൊടുക്കുന്നത്? അനുഗ്രഹം വേണ്ട, ദശാംശം കൊടുക്കരുത്. നീ കൊടുക്കണ്ട. അനുഗ്രഹം വേണ്ടാന്ന് പറയുന്നവർ എന്തോ കൊടുക്കരുത്, കൊടുക്കരുത്. പുരാതനമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള അനുഗ്രഹം വേണ്ടിയിട്ട് നീ കൊടുക്കുന്നത്. അല്ലെങ്കിൽ കൊടുക്കുമോ ദേവദാസനെ? കൊടുക്കുന്നില്ല. അപ്പൊ നീ വേണ്ടാന്ന് പറയുകയും ചെയ്യുകയും ചെയ്യുന്നതിനാണ്. അപ്പൊ ആരുടെ കൈയാണ് നീ തടഞ്ഞു വെക്കുന്നത്? ദൈവത്തിന്റെ കൈ തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ കരം
നിവർന്നു നിൽക്കണം. നിന്റെ മേൽ അനുഗ്രഹം പകരണം. നിനക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാത്തിനെയും നീ മാനിച്ചു കളയണമെന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ നമുക്ക് ചുറ്റിനും 5 തരത്തിലുള്ള ശത്രുക്കളാണ് നിൽക്കുന്നത്. പിശാച്, സ്വർഗത്തിലെ ദുഷ്ടാത്മസേന, അതുപോലെ തന്നെ എന്തായിരുന്നു, വാഴ്ചകള്, അധികാരങ്ങള്, ലോകത്തിന്റെ അന്ധകാര പ്രഭു, സ്വർഗത്തിലെ ദുഷ്ടാത്മസേന. ഇത് ചുറ്റിനും നിൽക്കുക നമുക്ക് വിരോധമായിട്ട്. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കില്ലെന്നുണ്ടെങ്കിൽ ഇവൻ നമ്മളെ ഒന്ന് അറ്റാക്ക് ചെയ്യും. നോക്കണേ, നമ്മൾ ലിമിറ്റ് ചെയ്യരുത്. അത് കാരണം ലീഡേഴ്സ് അതാണ് തടഞ്ഞു വെക്കുന്നത്. കാരണം നമുക്കത് പറ്റുന്നില്ല. അനുഗ്രഹം നമ്മുടെ മേൽ വരുന്നില്ല. ഈ അനുഗ്രഹത്തിൽ ഉൾപ്പെടുന്നതാണ് രോഗസൗഖ്യം, ശാരീരിക, മാനസിക, ഭൗതികം, ആത്മീയമായിട്ടുള്ള എല്ലാ നന്മകളും, എല്ലാ വിടുതലുകളും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ഇന്ന് പകൽക്കാലം ആരും ലിമിറ്റ് ചെയ്യരുത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ആരും ദൈവത്തിന്റെ പ്രവൃത്തിയെ ലിമിറ്റ് ചെയ്യുവാൻ ഇടയായിത്തീരുത്. പിന്നെ നമ്മൾ മൂന്നാമതായി കർത്താവിന്റെ ദാസൻ പറഞ്ഞത് ജഡത്തിന്റെ പ്രവൃത്തികൾ. നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികൾ കർത്താവിന്റെ കയ്യെ എന്ത് ചെയ്യുക, ലിമിറ്റ് ചെയ്യുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് മറ്റത് മുഴുവനും അവരുടെ ജഡത്തിന്റെ പ്രവൃത്തി അവരെന്ത് ചെയ്തു? അങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾക്ക് മുന്നേ പോകാൻ വേണ്ടി ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം, അത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കാം, ഞങ്ങൾ തന്നെ. നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഇത്ര കാലമായിട്ട് എന്തായിരുന്നു അവിടുന്ന് ഇറങ്ങി വരാഞ്ഞത്? അത് അടിമകാലം ചെയ്യല്ലായിരുന്നു. എന്താണ് നിനക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു എന്നാണ്. ഇപ്പോഴാണ് നിനക്ക് പോകും. ഇപ്പൊ ഞങ്ങൾക്കിപ്പോ ഡെമോക്രസി ആവശ്യം. ഞങ്ങൾക്ക് ഇപ്പൊ ഡെമോക്രസി ടൈപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെല്ലാം ഇവിടെ തീരുമാനിച്ചു ഞങ്ങൾക്കൊരു കാളക്കുഞ്ഞിനെ വേണമെന്ന്. ഞങ്ങളെല്ലാം ഇവിടെ തീരുമാനിച്ചു. നീ ആരാ ചോദിക്കാൻ? അവരാണ് നീ ഇപ്പൊ ഒരു കാളക്കുഞ്ഞിനെ ഉണ്ടാക്കില്ല. ഞങ്ങൾ പറയണ പോലെ ഏതില്ലെന്നുള്ള നിന്റെ ഞങ്ങളാണ് വെട്ടിക്കളി. എന്താ ദൈവത്തിന്റെ കാലത്ത് ബന്ധിച്ചു വെച്ചിരിക്കുന്നത്? ഇസ്രായേൽ മക്കൾ ബന്ധിച്ചതുപോലെ ഇന്ന് ഡെമോക്രസി കളിച്ചിട്ട് ദൈവത്തിന്റെ കരം എവിടെ നിർത്തിയിരിക്കുകയാണ്? ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത കർത്താവ് പറഞ്ഞ ലോകസ്നേഹം, ലോകത്തിലെയും അതിലുള്ളതിനെ നീ മോഹിക്കരുത് എന്ന് കർത്താവ് പറഞ്ഞ ദൈവ കൽപ്പനയ്ക്ക് വിരോധമായി ലോകസ്നേഹത്തിലേക്ക് കയറിയിട്ട് മനുഷ്യൻ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം ബന്ധിച്ചു വച്ചിരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മള് ഒരു മാനസാന്തരം ആവശ്യമാണ്. മുമ്പേ കർത്താവിന്റെ ദാസനെ കൂടി കേൾപ്പിച്ച പോലെ നമുക്കൊരു ഇസ്രായേൽ മക്കൾക്ക് പറ്റിയതുപോലെ പിറുപിറുക്കുന്നവര് ലോകസ്നേഹം. ഞങ്ങൾക്കതുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇതുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ചുറ്റുള്ള എല്ലാം നിന്നോണ്ടിരിക്കുകയായിരുന്നു. അല്ല പറഞ്ഞ നിങ്ങൾ തിന്നാൻ വേണം. ഞാൻ നിങ്ങൾ 1 അല്ല 2 അല്ല 5 അല്ല 10 അല്ല, ഒരു മാസം തന്നെ അതിന്റെ മൂക്കിന്ന് ചാടുന്ന പറയാൻ തരാം. നിന്റെ ആ സ്നേഹം, ലോകസ്നേഹം. നീ എന്നാ ഈ ഇവർക്ക് വേണ്ടി ഇത്രയും പേർക്ക് വേണ്ടി 2 ലക്ഷം 2 മില്യൺ ആൾക്കാർക്ക് വേണ്ടി കാളയും ഈ പശുവിനെ ഒക്കെ അറക്കുമോ? മത്സ്യത്തേനെ പിടിച്ചു കൂട്ടുമോ? മോശയോട് ചോദിക്കാനുള്ളത് എന്റെ കയ്യിൽ ചെറുതായി പോയോ? എന്റെ കുഞ്ഞ് കയ്യാണോ? നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റത്തില്ലയോ? ഇവർ കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ലയോ? നീ എന്താ എന്റെ കയ്യെ ചെറുതായി കാണുന്നത്? എന്റെ കരം ചെറുതായി കാണുവാൻ നിനക്കാണോ നിന്നോടാണോ പറഞ്ഞത്? ദൈവമക്കളെ, ദൈവത്തിന്റെ കരം ഇന്നും കുറുകി പോയിട്ടില്ല. നമ്മളെ സഹായിക്കാൻ കഴിയാതെ വണ്ണം കരം കുറുക്കുന്നത് നമ്മുടെ ചിന്താഗതികളാണ്, നമ്മുടെ മനോഭാവങ്ങളാണ്. നമ്മുടെ മനോഭാവങ്ങൾക്ക് ഒരു വ്യത്യാസം വരട്ടെ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് പത്രോസിന്റെ പടകിലോട്ട് യേശു കയറിയിട്ട് പറഞ്ഞു, പത്രോസ്, ഞാൻ അല്പസമയം ഒന്ന് ദൈവവചനം സംസാരിക്കുന്നതിന് വേണ്ടി ഈ പടം ഒന്ന് സ്വല്പം നീക്കണം. പത്രോസ് നീക്കി. അവൻ വലകഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു, ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വലയെല്ലാം കഴുകി ഒരു കോടി വെച്ച് കഴിഞ്ഞപ്പം പ്രസംഗം തീർന്നു കഴിഞ്ഞുള്ള ഉപദേശി പറഞ്ഞു, നിങ്ങള് ഒരു കാര്യം ചെയ്യും, മീൻ പിടിക്കാനായിട്ട് വലത്തുവശത്തോട് വലയിടക്ക. പത്രോസ് പറയാ, കാര്യമൊക്കെ ശരിയാ, നിനക്ക് ഉപദേശിക്കാൻ സമയം തന്നു, നീ ഉപദേശിച്ചു, നിനക്ക് ഞങ്ങൾക്കൊന്നും തരാനും തന്നില്ലെങ്കിലും വേണ്ടൂല, അത് സഹോദരൻ ഇറങ്ങിയാൽ പോകാമെന്ന് പറയാം. പറയുന്നു, ലിമിറ്റ് ചെയ്യുന്നവൻ അത് പറയും. നമ്മളും ഈ യേശുവിനെ ലിമിറ്റ് ചെയ്യുക. ശരിയാ, എന്റെ വീട്ടിലൊക്കെ വന്നു, കാര്യം ശരിയാ, കർത്താവിന്റെ കുടുംബത്തിലൊക്കെ ഉണ്ട്,
പക്ഷെ എന്നുണ്ടെങ്കിലേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾ വല ഇറക്കത്തുള്ളൂ. ഞങ്ങൾക്കിപ്പം ഇങ്ങനെ നീ പറയുന്ന പോലെ ഒന്നും വല ഇറക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഞങ്ങൾക്കിപ്പോൾ വല ഇറക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഞങ്ങൾക്കിപ്പോൾ ഉപസിക്കാനോ നീ പറയുന്ന രീതിയിൽ വിശ്വസിക്കാനോ ഒന്നും പറ്റത്തൊന്നുമില്ല. നിന്റെ വാക്കുകളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത്തെ പത്രസാധനത്തോ തരും ഇതുപോലെ പറഞ്ഞു തരും. ഞങ്ങൾക്ക് ഉപദേശിമാര് വേറെ രീതിയിലാണ് പഠിപ്പിച്ചു വന്നേക്കുന്നത്. ഞങ്ങൾ ആ പഠിപ്പിച്ചതിന് വിരോധമായിട്ട് എന്ത് ചെയ്തില്ല, ഞങ്ങൾ വല ഇറക്കത്തില്ല. വല ഇറക്കും. ഞാൻ എത്ര കാലമായി ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കാന്നറിയാമോ? ഇവിടെ എല്ലാം വീശി വീശി എന്റെ അത്രയും വചനത്തെ കുറിച്ച് ആരുമുണ്ടോ ഈ ബന്ധം ഉപദേശിക്കുക? എത്ര വയസ്സുണ്ടോ? 30 വയസ്സ്. 30 വയസ്സ്. ഇവിടെ പിതാക്കന്മാർ 80-90 വയസ്സുള്ളവർ വന്ന വരെ ഞങ്ങളിവിടെ പിതാക്കന്മാരുണ്ട്. ഇവിടെ എല്ലാം പോയി വീശിയിട്ടുള്ളതാ. അവരെ ഞങ്ങൾ പഠിച്ചേക്കുന്നത്. ഒരുപാട് പറയാനുണ്ട്. അവന് ലിമിറ്റ് ചെയ്യാമായിരുന്നു, അവനെന്ത് ചെയ്തില്ല, ലിമിറ്റ് ചെയ്തില്ല. കർത്താവിന്റെ മാതാവ് മറിയ ഈ വചനത്തിനകത്ത് ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ ഏറ്റവും ഉന്നത നിലവാരം നയിച്ച കർത്താവിന്റെ അമ്മ, ഉന്നതമായ നിലവാരം. അവർക്ക് ലിമിറ്റ് ചെയ്യാമായിരുന്നു അല്ലേ? ഇങ്ങനൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല, ഇതൊന്നും സംഭവിക്കാനും പോകുന്നില്ല എന്ന് ലിമിറ്റ് ചെയ്തിരുന്നെങ്കിൽ കർത്താവിന് പിന്നെയും കാത്തിരിക്കണമായിരുന്നു അനേക വർഷം. യഹോവയായ ദൈവത്തിന്, പിതാവാം ദൈവത്തിന് മറിയ അന്ന് ലിമിറ്റ് ചെയ്തിരുന്നു എങ്കിൽ അനേക വർഷങ്ങൾ വീണ്ടും കാത്തിരിക്കണമായിരുന്നു യേശുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി. വിശ്വസിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു സഹോദരിയെ ദൈവം എഴുന്നേൽപ്പിച്ചു, ലിമിറ്റ് ഇല്ലാതെ വിശ്വസിക്കുവാൻ. ഇപ്പൊ പിന്നെ ദൂതന ഗബ്രിയേൽ ഞങ്ങൾ സംബന്ധിച്ച് ഗബ്രിയേൽ ദൂതനൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത് ലോകപ്രകാരം നടക്കുന്ന ഒരു സംഗതിയാണെന്ന് പരിശുദ്ധാത്മാവ് ഒരു നിന്റെ മേൽ ശാരീരിക ശരിയാ ഞാനിക്ക് അത് ചില ബുദ്ധിമുട്ടാണ്. പറയരുത് പറയരുത്. പക്ഷേ മറിയ ലിമിറ്റില്ലാതെ വിശ്വസിച്ചു. ലോകത്തിൽ നടക്കാത്ത സംഗതിയെ ലിമിറ്റില്ലാതെ വിശ്വസിക്കുവാൻ അവളുടെ തിയോളജിയോ മറ്റുള്ള ലോകത്തിന്റെ തിയോളജിയോ ഒന്നും അവിടെ കൊണ്ടുവരാതെ അവൾ ലിമിറ്റ്ലെസ് ആയി വിശ്വസിച്ചത് കൊണ്ടാണ് ദൈവം അവളിൽ കൂടി ഈ ഭൂമിയിലേക്ക് തന്റെ ഏകജാതനായ പുത്രനെ കൊണ്ടുവരാൻ ഇടയായത്. എന്റെ ജീവിതത്തിലേക്ക് യേശുവിന്റെ പ്രവൃത്തി കാണണമെന്നുണ്ടെങ്കിൽ നീ ലിമിറ്റില്ലാതെ ദൈവത്തെ വിശ്വസിക്കണം. എന്താണ് ഇത് മനുഷ്യൻ ചെയ്യുന്നത്? യേശു കർത്താവ് പറഞ്ഞ് ആ വാക്യം വായിച്ചിട്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 7, 8, 9 വാക്യം. കപടഭക്തിക്കാരായ നിങ്ങളെ കുറിച്ച് യെശയ്യാവ്, കപടഭക്തിക്കാരായ നിങ്ങളെ കുറിച്ച് യെശയ്യാവ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത്, പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് വായിച്ചപ്പോ എനിക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുന്നില്ല, കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ജനത്തിന് പറ്റാത്തത് അവരുടെ ഉപദേശങ്ങളാണ്. ആണോ ദേവദാസന്മാരെ? കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യാത്തത് അവരുടെ ഉപദേശങ്ങളാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുക, പുളിച്ച മാവിനെ. ഇന്ന് വൈകിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പുളിച്ച മാവാണെന്നുണ്ടെങ്കിൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.